തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം. ഒരു കാര്യം ഞാൻ നിന്നോടായിട്ട് പറയാം. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. ആർക്കും അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും. എനിക്കെന്തെങ്കിലും സംഭവിച്ച തളർന്നു വീണ കാശുണ്ടാക്കി ചികിത്സിക്കാൻ നിൽക്കരുത്. അങ്ങ് കളഞ്ഞിക്കണം. അമ്മേ, ഞാൻ സങ്കടം കൊണ്ടൊന്നുമല്ല പറയുന്നത്. എനിക്ക് വേണ്ടി പണം ചെലവാക്കുന്നതൊക്കെ പാഴാ മോളെ. അമ്മേ, അങ്ങനൊന്നും പറയാതിരിക്കെ. നമ്മൾ തിരിച്ചു വരൂ അമ്മേ. വരുമായിരിക്കും. എന്നെങ്കിലും ഒരിക്കൽ വന്നേക്കാം. പക്ഷെ അതുവരെ ജീവിക്കണ്ടേ? പിന്നെ ജീവിക്കാതെ പറ്റില്ലല്ലോ. എന്താ മാഡം, എന്തിനാ ഇങ്ങനെ സങ്കടങ്ങൾ മാത്രം പറഞ്ഞ സമയം കളയുന്നത്? ഇവിടുന്ന് ഇറങ്ങിയ എവിടെ പോകുന്നുള്ള ചിന്തയിലാണോ ഈ വിഷം പറിച്ചത്? അല്ല, അങ്ങനല്ല. എവിടെങ്കിലും പോണം, എങ്ങോട്ടെങ്കിലും പോണം. എങ്ങോട്ടെങ്കിലും പോണോന്നോ? അതെന്തിനാ എങ്ങോട്ടെങ്കിലും പോകുന്നത്? ഗിരിശേട്ടാ, എന്താ ഗിരിശേട്ടാ ഈ രാത്രിയില്? അത് നന്ദ ഇവിടുന്ന് ഇറങ്ങുമ്പോ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തോ, നേരെ വീട്ടിലേക്ക് വരിക. ഏത് വീട്ടിലേക്ക്? ഞാൻ വിളിക്കുന്ന ഏത് വീട്ടിലേക്കായിരിക്കും? എന്റെ വീട്ടിലേക്ക്. വേണ്ട ഗിരീഷ, അത് വേണ്ട. എന്തുകൊണ്ട്? അത് ശരിയാവില്ല. എന്തുകൊണ്ട് ശരിയാവില്ല? അതിനുത്തരം പറയൂ. ഗിരിക്കൊക്കെ അത് ബുദ്ധിമുട്ടാവും. ഗിരീഷിനൊക്കെ ബുദ്ധിമുട്ടാവെന്ന് പറയുന്ന കേട്ടാ തോന്നും എന്നെ കൂടാതെ അവിടെ ഒരുപാട് പേരുണ്ടെന്ന്. ഞാനല്ലാതെ അവിടെ ഉള്ളത് എന്റെ അമ്മയും ഭാര്യയോ. എന്റെ അമ്മയ്ക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. പിന്നെ രജനിയുടെ കാര്യം അറിയില്ല. വലിയ തറവാട്ടിലെ കുട്ടിയായതുകൊണ്ട് പറയാൻ പറ്റില്ലല്ലോ. ഗിരിശേട്ടാ, അമ്മയ്ക്കെന്തോ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അതുകൊണ്ടാ. അതെന്താ അഭിമാന പ്രശ്നമാണോ? എങ്കിൽ പിന്നെ നിർബന്ധിക്കുന്നില്ല. അയ്യോ മോനെ, അതുകൊണ്ടൊന്നുമല്ല. ഇത്ര സ്നേഹത്തോടെയും അധികാരത്തോടെയും ഞങ്ങളെ വന്ന് വിളിക്കാൻ ഒരാളുണ്ടെന്ന് പറയുന്നത് തന്നെ മഹാഭാഗ്യം. പക്ഷെ മോനെ. മാഡം, നിങ്ങൾക്കൊരു ക്ഷീണം വന്നു എന്ന് വെച്ച് ഒറ്റപ്പെട്ട് പോയിട്ടൊന്നുമില്ല. ഞങ്ങൾ ഉള്ളിടത്തോളം കാലം ഒറ്റപ്പെടാൻ സമ്മതിക്കുകയില്ല. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾ മറ്റെവിടേക്കെങ്കിലാണ് പോകുന്നതെങ്കിൽ രജനയും കൂടെ കൂട്ടിക്കോണം. അവൾക്കിപ്പോ അമ്മയുടെ കൂടെ നിൽക്കണമെന്നാ പറയുന്നത്. ഇവിടെ ഇറങ്ങുമ്പോ ഒന്ന് ഫോൺ ചെയ്താൽ മതി. ഞാൻ റോഡിലിറക്കി നിർത്തിക്കോളാം. കൂടെ കൂട്ടിയാ മതി. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, നന്ദനയും ദേവികയും കൂട്ടി മാഡം നാളെ തന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം. ഇനിയൊക്കെ നിങ്ങൾ തീരുമാനിക്കാം. ഇറങ്ങിക്കോട്ടെ മാഡം. അല്ല ഗിരിശേട്ടാ, അമ്മേ, ഗിരീഷേട്ടന്റെ വീട്ടിലേക്ക് തന്നെ പോവാം. അല്ലെങ്കിൽ അവർക്കതൊരു വിഷമാവില്ലേ?
രാത്രി ആരും കാണാതെ വീടും പൂട്ടി പോകാനായിരിക്കും സാധ്യത. അങ്ങനെ എനിക്ക് തോന്നുന്നത്. വലിയ അഭിമാനികളല്ലേ. പകൽ വെട്ടത്തിൽ ഇറങ്ങിപ്പോകുന്നത് നാട്ടുകാര് കാണുന്നത് കുറച്ചില്ല. ചേട്ടൻ എന്ത് തോന്നുന്നു? നാട്ടുകാരോടൊക്കെ യാത്ര പറഞ്ഞ് ആഘോഷമായിട്ടായിരിക്കോ പ്രഭാവതി മക്കള് നാട് വിടുന്നത്? ഒന്നും പറയാൻ പറ്റില്ല മോളെ. എന്തായാലും ഇതൊരു വെക്കേഷൻ ട്രിപ്പ് അല്ലല്ലോ. വേനലവധി ആഘോഷിക്കാൻ പോകുന്നത് പോലെ ആവില്ല. തനുജ പറഞ്ഞ പോലെ രാത്രിക്ക് രാത്രി വണ്ടി വിടാനായിരിക്കും തീരുമാനം. ചേച്ചി എന്താ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല. അല്ലല്ല, ചേച്ചി എന്തോ വലിയ ചിന്തയില്ല. ഇനിയിപ്പോ ചന്ദ്രോത്തുകാരുടെ ദുരവസ്ഥയിൽ സഹതാപം വല്ലതും തോന്നുന്നുണ്ടോ? ഉണ്ട് ചേച്ചി. അതല്ലടാ, പ്രഭയും പിള്ളേരും ദൂരെ എവിടേക്കെങ്കിലും പോയാ നമുക്ക് കാണാനും അവരുടെ തകർച്ച കണ്ട് സന്തോഷിക്കാനും പറ്റാതായി പോവില്ലെന്ന് ചിന്തിച്ചതാ. ഇല്ല, അവരങ്ങനെ അങ്ങ് നാട് വിട്ട് കളയില്ല. പ്രത്യേകിച്ച് സിദ്ധാർത്ഥൻ ജയിലിൽ കിടക്കുമ്പോ അവരങ്ങനെ അങ്ങ് പോവോ? ഇല്ല, അങ്ങനെ പോവാൻ പറ്റില്ല. അല്ല ചേട്ടാ, ദൂരെ ഏതെങ്കിലും ദിക്കിലേക്കായിരിക്കും പോകുന്നത്. അവിടെ ഏതെങ്കിലും ചെറിയ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കാനായിരിക്കും ആലോചന. ഈ ഭൂമി മലയാളത്തിൽ എവിടെ പോയാലും നമ്മളും അവരുടെ പിന്നാലെ ഉണ്ടാവും. ചേച്ചി, എന്തായാലും സിദ്ധാർത്ഥന്റെ കാര്യം തീർന്നു. രംഗനാഥൻ വക്കീലിന് കൊടുക്കാൻ പൈസ എവിടുന്ന് ഉണ്ടാക്കും? ഇനി ചില്ലിക്കാശ് അവരുടെ കയ്യിൽ എത്താതിരിക്കാനുള്ള പണി ഞാൻ ചെയ്തോളാം. ആന്റി എന്താ ഒരു ഉന്മേഷം ഇല്ലാത്ത പോലെ? നമുക്ക് സന്തോഷിക്കേണ്ട ദിവസങ്ങളല്ലേ ഇതൊക്കെ? എനിക്ക് സന്തോഷം തന്നെയാ. ഞാൻ അനുഭവിച്ചില്ലേ, ഇനി പ്രഭാവതി അനുഭവിക്കട്ടെ. അതെ, നരകിച്ച് നരകിച്ച് തീരണം എന്റെ അച്ഛനും അയാളുടെ കുടുംബവും. ബാലുന്റെ കത്തിലെ വരികളിൽ പറയുന്നതൊക്കെ സിദ്ധാർത്ഥൻ എഴുതി പിടിപ്പിച്ചത് തന്നെയാവട്ടെ. അതാണ് സത്യം. നാളെ ഈ സമയത്തോടെ ഞങ്ങൾ ചന്ദ്രോത്തുനിന്ന് ഇറങ്ങിയിട്ടുണ്ടാവും സിദ്ധു. അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ. ഗിരീഷിന്റെ വീട്ടിലേക്കാ പോകുന്നത്. അങ്ങോട്ട് പോകാൻ തീരെ താല്പര്യമില്ലായിരുന്നു. അല്ല, ആ വീട് തന്നെയാ തൽക്കാലത്തേക്ക് നല്ലത്. ഒന്നുമില്ലെങ്കിലും നല്ല മുഖങ്ങളുണ്ടല്ലോ അവിടെ. സമാധാനം തരുന്ന ആൾക്കാരോടൊപ്പം കഴിയുക, ഇപ്പൊ അതാ വേണ്ടത്. ഞങ്ങൾ ചന്ദ്രോത്തുനിന്ന് ഇറങ്ങാന്ന് പറഞ്ഞിട്ടും സിദ്ധുവിനൊന്നും ഫീൽ ചെയ്യുന്നില്ലല്ലോ. ചന്ദ്രോത്ത് വിട്ടു പോവാന്ന് പറഞ്ഞ നമ്മുടെ ജീവൻ ഉപേക്ഷിച്ചു പോകുന്ന പോലല്ലേ സിദ്ധു? എന്നായാലും ഒരിക്കൽ നമ്മൾ ജീവൻ ഉപേക്ഷിച്ച് പോയല്ലേ പറ്റൂ പ്രഭ. അങ്ങനെ ചിന്തിച്ചാലേ ഈ ഘട്ടം അതിജീവിക്കാൻ പറ്റൂ. അതും നേരം. കോളേജിലെ വേൾഡ് ഹിസ്റ്ററി ക്ലാസ്സിൽ ഫ്രഞ്ച് ഹിസ്റ്ററിയും നെപ്പോളിയനും പഠിപ്പിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. പ്രതാപിയായി യൂറോപ്പിനെ മുഴുവൻ വിറപ്പിച്ച നെപ്പോളിയൻ വാട്ടർലൂവിൽ തോറ്റു. പിന്നീടുള്ള നാടുകടത്തൽ സുന്ദരമായ പാരീസിൽ നിന്നും വിജനമായ സെന്റ് ഹെലന ദ്വീപിൽ കൂടെ വേണ്ടപ്പെട്ട കുറച്ചു പേര് മാത്രം. പഴയ സുന്ദരകാലവും ഓർമ്മിച്ച് വരണ്ട് ശൂന്യമായ ദ്വീപിൽ അദ്ദേഹം ദിവസങ്ങൾ ചെലവിട്ടത് പഠിപ്പിക്കുമ്പോ കണ്ണു നിറഞ്ഞു പോകുമായിരുന്നു.
ഇവിടെ ഒരു നാടുകടത്തലിന് സമാനമായി ഇറങ്ങിപ്പോക്കാം. ബാക്കി ജീവിതത്തിൽ ചന്ദ്രോത്ത പ്രതാപവും ഓർമ്മിച്ച് കഴിയും. കൂടെയുള്ളവർ അവസാനം വരെ ഉണ്ടാവുമെന്നറിയില്ല. ചിലപ്പോ പാതിയിൽ ഉപേക്ഷിച്ചൊന്നും വരാം. കുറ്റം പറയാൻ പറ്റില്ല. ഒരു ജീവിതമല്ലേ ഉള്ളൂ. പ്രഭ, എന്നെ ശപിക്കരുത്. എല്ലാറ്റിന്റെയും കാരണം ഞാനാ. മാപ്പ് തരണം. സിദ്ധു, സിദ്ധു എന്തായി പറയുന്നേ? അതെ, ഞാനാ എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും കിടപ്പാടയിലുണ്ടാക്കിയത്. പ്ലീസ് സിദ്ധു, അങ്ങനൊന്നും പറയരുത്. ഞാനതിനൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. ഞാനല്ല, അവിടെ ആരും ചിന്തിക്കില്ല. വിധി, നമുക്ക് വിധി കിടക്കുന്നു സിദ്ധു. അപ്പൊ പിന്നെ അനുഭവിച്ചല്ലേ പറ്റൂ. ഏയ്, എന്റെ പരാജയമാണ് നമ്മളെ ഈ വേലിക്കെട്ടിന് ഇരുപുറവും ഇങ്ങനെ അകറ്റി നിർത്തിയത്. ഞാൻ കരുതിയിരുന്നത് വിജയിച്ചൊരു ഗൃഹനാഥനാ ഞാനെന്ന. പക്ഷേ തോറ്റുപോയി ഞാൻ. ആരാ പറഞ്ഞ സിദ്ധു? ആരാ പറഞ്ഞത്? സിദ്ധു തോറ്റിട്ടില്ല. തോൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇനി ഈ രീതിയിൽ സംസാരിച്ചാൽ ഞാൻ ഇങ്ങോട്ട് വരില്ല. സോറി പ്രഭ. ദേവിക പറയുന്നത് കേൾക്കുമ്പോ എനിക്കൊരു വിശ്വാസം വരും. ചന്ദ്രോത്തേക്ക് നമ്മൾ മടങ്ങി വരുമെന്ന് ഉറപ്പ് പറയുക ദേവിക. ദേവികയുടെ വാക്കുകൾ കേൾക്കുമ്പോ പ്രതീക്ഷ വരും. പക്ഷെ കുറച്ച് കഴിയുമ്പോ അതങ്ങ് മാറും. എന്തായാലും ചന്ദ്രോത്തിനോട് യാത്ര പറയണ്ട. വീണ്ടും കാണാമെന്ന് മനസ്സിലുറപ്പിച്ചിറങ്ങിയാ മതി. നമ്മൾ അവിടെ വീണ്ടും ഒത്തുകൂടും. പ്രഭ, താൻ തളരരുത്. നമ്മുടെ മക്കളുടെ കൂടെ താനേ ഉള്ളൂ. ഞാനിതിനകത്താ. എന്റെ നന്ദനെ വിഷമിപ്പിക്കാതെ നോക്കണം. അകത്തേക്ക് കയറട്ടെ എന്ന് ചോദിക്കുന്നില്ല. തർക്കിക്കാനോ അപേക്ഷിക്കാനായിട്ടോ ഒന്നുമല്ല ഞാൻ വന്നത്. യാത്ര പറയാനാ. ഏത് പ്രധാന കാര്യവും സിദ്ധു ബലരാമനോട് ആലോചിച്ചിട്ടേ ചെയ്യുമായിരുന്നുള്ളൂ. എന്തും കൃത്യമായി ബലരാമനെ അറിയിക്കുമായിരുന്നു. ഞങ്ങളുടെ വീട്ടിലെ ഈ പ്രധാന സന്ദർഭവും ഇവിടെ ഈ വീട്ടിൽ വന്ന് പറയണമെന്ന് തോന്നി. അങ്ങനെ വന്നത്. ഞങ്ങൾ ചന്ദ്രോത്തുനിന്ന് ഇറങ്ങാം. തോൽപ്പിച്ചു എന്നൊരു അഹങ്കാരം തോന്നുന്നുണ്ടാവും. പക്ഷെ തോറ്റുപോയത് ചന്ദ്രമതിയാണെന്ന് കാലം കാണിച്ചു തരും. എന്റെ ബാലുവിന്റെ ജീവനേക്കാൾ വലുതല്ല എനിക്കൊന്നും. അതിന് ബാലുവിന്റെ ജീവൻ സിദ്ധുവാണ് എടുത്തതെന്ന് ആരാ പറഞ്ഞത്?
പിന്നെ ആരാ? ഞാൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞതാ സത്യം. അത് തന്നെയാണ് സത്യം. അന്വേഷിച്ചാൽ അറിയാൻ പറ്റും. ഒരിക്കലും മാധ്യമങ്ങൾക്ക് മുൻപിൽ ഞാനത് വിളിച്ചു പറയില്ലായിരുന്നു. പക്ഷേ സത്യത്തെ അംഗീകരിക്കില്ല എന്ന് വാശി പിടിക്കുമ്പോ വേറെ എന്തു ചെയ്യാൻ? അതിനു മുൻപും കൂടി അവസാന ശ്രമം എന്നതുപോലെ ദേവിക വന്നതല്ലേ. അവളുടെ വാക്കിന് വില കൊടുത്തില്ല എന്ന് മാത്രമല്ല, തല്ലി അപമാനിച്ചു വിട്ടു. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം? ബാലുവാണ് അച്ഛനെന്ന് ഉറപ്പുണ്ടെങ്കിൽ അമ്മ ആരാണെന്നുള്ളതും അറിയായിരിക്കുമല്ലോ. ആരാ തനുജയുടെ അമ്മ? ഉത്തരവില്ലല്ലേ? അതിനുള്ള ഉത്തരം സ്വയം കണ്ടുപിടിച്ചാ മതി. അതെന്ത് ന്യായോ? അച്ഛനെ കുറിച്ച് നിങ്ങൾ പറയും, അതങ്ങ് വിശ്വസിച്ചോണം. അമ്മയെ ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ചോണം. ശരി, വേണ്ട, പറഞ്ഞതൊന്നും വിശ്വസിക്കണ്ട. പറഞ്ഞില്ലേ, കാലം തെളിയിച്ചോളും ഒക്കെ. ശരി, ആയിക്കോട്ടെ. പറഞ്ഞല്ലോ പ്രഭാവതിയെ തോൽപ്പിക്കാൻ പറ്റില്ലെന്ന്. എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുമ്പോഴും തോറ്റിട്ടില്ലെന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ചിരിക്കാനുള്ള വകയാ. ചിരിച്ചോ ചന്ദ്രമതി, ആവോളം ചിരിച്ചോ. പക്ഷേ ഇന്ന് അഹങ്കരിച്ച് ചിരിക്കുന്നവർ നാളെ തകർന്ന് കരയും. കാലം കണക്ക് ചോദിക്കാതെ പോവില്ല. ആയിക്കോട്ടെ, ഞങ്ങൾ കണക്ക് പറഞ്ഞോളാം. എന്തായാലും യാത്ര പറയാൻ വന്നതല്ലേ, താമസിക്കണ്ട. ശുഭയാത്ര. ഇപ്പോഴും എന്നോടും ഞാൻ ഇവിടേക്ക് വന്നതിനോടും നിനക്ക് പുച്ഛമാണല്ലേ? മുമ്പൊരു ചെറിയ വിശേഷം ഉണ്ടായാൽ ഞാനും നീയും അത് ഷെയർ ചെയ്യുമായിരുന്നു. സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും പരസ്പരം പങ്കുവച്ചിരുന്നവരാ നമ്മള്. സ്വന്തം വീട് വിട്ട് പെരുവഴിയിലേക്ക് ഇറങ്ങുകയാണെന്ന് പറയുമ്പോഴെങ്കിലും ചന്ദ്രമതിക്ക് ഒരു തരിയെങ്കിലും സങ്കടം ഉണ്ടാവുമെന്ന് കരുതി. അതിന് ഈ ആയുസ്സിൽ പ്രതീക്ഷിക്കണ്ട, അല്ലേ? വേണ്ട, അങ്ങനൊരു പ്രതീക്ഷ ഇനി വേണ്ട. പരസ്പരം ദുഃഖവും സുഖവും പങ്കുവച്ചിരുന്നവരാ നമ്മള്. എന്റെ മോളുടെ മരണത്തോടെ ആ ശീലം അങ്ങ് തെറ്റി. പിന്നെ എന്റെ ഭർത്താവിന്റെ ജീവനെടുത്ത സങ്കടം നിന്റെ ഭർത്താവിന്റെ സമ്മാനമാണെന്ന് അറിഞ്ഞ് നിങ്ങളുടെ സന്തോഷത്തിൽ ഞാനും സന്തോഷിക്കണം, അല്ലേ? ഇല്ല ചന്ദ്രമതി, ഒന്നും പറയുന്നില്ല. ഒരു ദിവസം വരും, തിരിച്ചറിവിന്റെ ഒരു ദിവസം. ബലരാമൻ അവശേഷിപ്പിച്ചു പോയ എന്തെങ്കിലും ഒരു തെളിവ് നിന്റെ കയ്യിലെത്തുമ്പോ ഈ പ്രഭയെ നീ വിളിക്കും, തീർച്ച. എന്നാ ഞാൻ ഇറങ്ങാം ഇവിടുന്നും ചന്ദ്രോത്തൊന്നും.
തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം.